ഹലോ, A4 മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക അനശ്വര നോവലിസ്റ്റ് ചാൾസ് ഡിങ്കനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. 1812 ഫെബ്രുവരി 7 ഇംഗ്ലണ്ടിലെ പോർട്സ്മൗത്തിനടുത്ത് ലാൻഡ് പോർട്ട് എന്ന സ്ഥലത്താണ് ചാൾസ് ഡിങ്കൻ ജനിച്ചത്. അച്ഛൻ ജോൺ ഡിങ്കൻസ്, അമ്മ എലിസബത്ത്. 1814 കുടുംബം ലണ്ടനിലേക്ക് താമസം മാറ്റി. പിതാവിൻ്റെ സ്ഥലം മാറ്റത്തെ തുടർന്നായിരുന്നു അത്. അവിടെ നിന്ന് ചതാമിലേക്കും കാർഡൻ ടൗണിലേക്കും പിന്നീട് താമസം മാറ്റി. അമ്മയാണ് കൊച്ചു ചാൾസിൻ്റെ അക്ഷരമാലയും ഭാഷയുടെ അടിസ്ഥാന പാഠങ്ങളുമൊക്കെ പഠിപ്പിച്ചത്. പിന്നീട് ലാറ്റിൻ ഭാഷയും പഠിച്ചു. എന്നാൽ മാതാപിതാക്കളിൽ നിന്ന് കിട്ടേണ്ട വാത്സല്യമൊന്നും ചാൾസിന് ലഭിച്ചിരുന്നില്ല. താഴെയുള്ള കുഞ്ഞുങ്ങളെ നോക്കേണ്ടിയിരുന്നതുകൊണ്ട് അമ്മയ്ക്ക് മൂത്ത കുട്ടിയായ ചാൾസിന് വേണ്ട പരിഗണന നൽകാനായില്ല. മേരി പെല്ലർ എന്ന ഭൃത്യയാണ് ചാൾസിനെ വളർത്തിയതെന്ന് പറയാം. സമയം കിട്ടുമ്പോഴൊക്കെ അവർ ചാൾസിന് കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ദുരൂഹവും വിചിത്രവുമായ ആ കഥകളുടെ മാന്ത്രിക ലോകം ചാൾസിലെ എഴുത്തുകാരനെ വളരാൻ വളക്കൂറുള്ള മണ്ണായി. ചതാമിൽ ചെലവഴിച്ച കുട്ടിക്കാലമാണ് ഡിങ്കൻസിൻ്റെ ഭാവനയെ വളർത്തിയതെന്ന് പറയാം. ചതാമിനോട് തൊട്ടുകിടന്ന റോച്ചസ്റ്റർ എന്ന പുരാതന നഗരം അതിമനോഹരമായിരുന്നു. റോച്ചസ്റ്ററിലെ നാടകശാലയാണ് നാടകപ്രേമത്തിൻ്റെ വിത്ത് ഡിങ്കൻസിൻ്റെ മനസ്സിൽ വിതച്ചത്. തൻ്റെ ഭാവനയെ ജീവനോടെ നിലനിർത്തിയത് വായനയായിരുന്നു എന്ന് ഡിങ്കൻസ് ഒരിക്കൽ എഴുതി. വിദ്യാഭ്യാസം മുടങ്ങിയിട്ടും നിരന്തരമായി നടത്തിയ വായനയായിരുന്നു ഡിങ്കൻസിൻ്റെ എഴുത്തു ജീവിതത്തിൻ്റെ മൂലധനം. അച്ഛൻ്റെ ചെറിയ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ ഡിങ്കൻസ് പല വായിച്ചു തീർത്തു. ഈ പുസ്തകങ്ങളുടെയെല്ലാം സ്വാധീനമാണ് അക്കാദമിക് വിദ്യാഭ്യാസത്തിൻ്റെ അഭാവത്തിലും അദ്ദേഹത്തെ ലോകമറിയുന്ന സാഹിത്യകാരനാക്കിയത്. നേവി ഓഫീസിൽ ഗുമസ്തനായിരുന്ന ചാൾസ് ഡിങ്കൻ്റെ അച്ഛൻ ജോൺ ഡിങ്കൻസ് പിതാവിന് സ്ഥലം മാറ്റമായതോടെ ഡിങ്കൻസും കുടുംബവും വീണ്ടും ലണ്ടൻ നഗരത്തിലെത്തി. ചതാമിലേതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിരുന്നു അവിടം. ലണ്ടൻ നഗരത്തിൽ ജീവിത ചെലവുകൾ കൂടുതലായിരുന്നു. ആസൂത്രണമില്ലാത്ത ആർഭാട ജീവിതം കൂടിയായതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. ധനിക കുടുംബത്തിൽ കഴിഞ്ഞിരുന്ന ചാൾസിൻ്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിൻ്റെ തുച്ഛമായ ശമ്പളം ഒന്നിനും തികയുമായിരുന്നില്ല. ഓരോരോ ആവശ്യങ്ങൾക്കായി അവർ കടം വാങ്ങി കൂട്ടിക്കൊണ്ടിരുന്നു. വീട്ടുസാധനങ്ങൾ വിറ്റിട്ടുപോലും കടക്കണിയിൽ നിന്നും കരകയറാനായില്ല. കടക്കാർ ജോണിനെതിരെ കേസ് കൊടുത്തു. കടം വീട്ടാനാകാതെ വന്നതിനെ തുടർന്ന് ജോൺ ജയിലിൽ പോകേണ്ടി വന്നു. കുടുംബത്തിൽ പട്ടിണിയും പോരാത്തതിന് അപമാനവും. മക്കൾക്ക് ആഹാരം നൽകാൻ എലിസബത്ത് ബോർഡിംഗ് സ്കൂൾ തുടങ്ങാൻ ശ്രമിച്ചുവെങ്കിലും അത് വിജയിച്ചില്ല. ശിക്ഷ ലഭിക്കുന്നവർക്കൊപ്പം ആശ്രിതരെ കൂടെ പാർപ്പിക്കാൻ നിയമമുണ്ടായിരുന്നതുകൊണ്ട് ചാൾസ് ഒഴികെയുള്ളവർ ജോൺ ഡിങ്കനൊപ്പം ജയിലിലായിരുന്നു താമസം. താങ്ങും തണലുമില്ലാതെ ചാൾസിൻ്റെ ജീവിതം ദുരിതമയമായി. പഠനം ഉപേക്ഷിക്കാൻ നിർബന്ധിതനായ ആ കുട്ടി തെരുവുകളിലൂടെ അലഞ്ഞുതിരിഞ്ഞു. തെരുവോരങ്ങളിൽ കിടന്നുറങ്ങി. അടച്ചുറപ്പില്ലാത്ത ദുരിതം നിറഞ്ഞ തെരുവുകളിലെ ജീവിതം ചാൾസിൻ്റെ ജീവിത വീക്ഷണത്തെ തന്നെ മാറ്റി. നഗരത്തിലെ അധോലോക ജീവിതത്തെ ചാൾസ് അടുത്തറിഞ്ഞു. അന്ന് പരിചയിച്ച പല വിചിത്ര മനുഷ്യരെയും പിന്നീട് കരുത്തുറ്റ കഥാപാത്രങ്ങളാക്കി ഡിങ്കൻസ് മാറ്റി. എണ്ണാനാവാത്തത്ര ജോലികൾ അക്കാലത്ത് ഡിങ്കൻസ് ചെയ്തു. ചെരുപ്പ് പോളിഷ് ചെയ്യാനും സാധനങ്ങൾ ചുമക്കാനും ഫാക്ടറിയിൽ ലേബൽ ഒട്ടിക്കാനുമെല്ലാം പോയി. ഫാക്ടറിയിലെ കഠിനമായ ജോലി ചാൾസിനെ മാനസികമായും ശാരീരികമായും തളർത്തി. മേലുദ്യോഗസ്ഥരുടെ ശിക്ഷ ഭയന്നാണ് ജോലി ചെയ്തിരുന്നത്. പ്രേതഭവനം പോലുള്ള ഫാക്ടറി ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളെയും തല്ലിക്കെടുത്തുന്നതായിരുന്നു. ഫാക്ടറി ജീവിതത്തിൻ്റെ ഓർമ്മകൾ ഡേവിഡ് കോപ്പർഫീൽഡിൽ അദ്ദേഹം ആവിഷ്കരിച്ചു. പിൽക്കാലത്ത് തൻ്റെ മുത്തശ്ശിയുടെ മരണത്തെ തുടർന്ന് അവകാശമായി കിട്ടിയ പണം കൊണ്ട് കടമെല്ലാം തീർത്തതോടെ ജോൺ ഡിങ്കൻ ജയിൽ മോചിതനായി. ചാൾസ് ഇടയ്ക്ക് 2 വർഷത്തോളം ക്ലാസിക്കൽ ആൻഡ് കൊമേഴ്സ്യൽ അക്കാദമിയിൽ വിദ്യാർത്ഥിയായി. ഇക്കാലത്ത് പഠിച്ച നിയമപാഠങ്ങൾ പിൽക്കാലത്ത് നോവലെഴുത്തിൽ അദ്ദേഹത്തെ സഹായിച്ചു. വക്കീൽ ഓഫീസിലെ ജീവിതം തൻ്റെ ഉള്ളിലെ എഴുത്തുകാരന് ഒട്ടും നല്ലതല്ലെന്ന് തോന്നിയപ്പോൾ ചാൾസ് പത്ര റിപ്പോർട്ടറായി. ട്രൂ സൺ, മോർണിംഗ് ക്രോണിക്കിൾ,
മിസ്റ്റർ ഓഫ് പാർലമെൻറ്റ് തുടങ്ങിയ പത്രങ്ങളിൽ ജോലി ചെയ്തു. ബോസ് എന്ന തൂലികാനാമം എഴുതിയ സ്കെച്ചുകൾ വലിയ തോതിൽ സ്വീകരിക്കപ്പെട്ടു. ലണ്ടൻ ജീവിതവുമായി ബന്ധപ്പെട്ട കഥകളായിരുന്നു ഇതിൻ്റെ ഉള്ളടക്കം. ഈ ജനപ്രീതി കണ്ട് ഡിങ്കൻസിനോട് നോവൽ എഴുതാൻ പ്രസാധകർ ആവശ്യപ്പെടുകയായിരുന്നു. ആ നോവലാണ് പിക് വിക് പേപ്പേഴ്സ്. 20 മാസങ്ങളിലായി ആ നോവൽ പ്രസിദ്ധീകരിക്കപ്പെട്ടതോടെ പണവും പ്രശസ്തിയും ഡിങ്കനെ തേടിയെത്താൻ തുടങ്ങി. പണവും പ്രശസ്തിയും കൈവന്നതോടെ വിവാഹിതനാകാൻ ചാൾസ് നിശ്ചയിച്ചു. ഈ അവസരത്തിലാണ് ഈവനിംഗ് ക്രോണിക്കിൾ എന്ന പത്രത്തിൻ്റെ പത്രാധിപർ ജോർജിൻ്റെ മകൾ കാതറിൻ പരിചയപ്പെടുന്നതും വിവാഹം കഴിക്കുന്നതും. 1836 ചാൾസ് ഡിങ്കൻ കാതറിനെ വിവാഹം കഴിച്ചു. കാതറിൻ നല്ലൊരു വീട്ടമ്മയായിരുന്നു. അവർക്ക് 10 മക്കളുണ്ടായി. കാതറിൻ്റെ 10 മക്കളെയും നല്ല നിലയിൽ വളർത്തി. അവർ നല്ല ഒരു അമ്മയായി. ഇതിനിടയിൽ പ്രതിഭാശാലിയായ ഭർത്താവിന് വേണ്ടുന്ന പ്രചോദനമോ പ്രോത്സാഹനമോ നൽകാൻ അവർക്ക് കഴിഞ്ഞില്ല. ഡിങ്കൻസിൻ്റെ സങ്കല്പങ്ങൾക്കൊത്ത് ഉയരാൻ കഴിയാതിരുന്ന കാതറിൻ്റെയും ഡിങ്കനുമായി അകന്നു. അങ്ങനെ ഡിങ്കൻ തൻ്റെ ജീവിതാനുഭവങ്ങളെ തൂലിക തുമ്പിലാൻ എഴുതി ഈ ലോകപ്രശസ്തി നേടിയ മഹാനായ എഴുത്തുകാരനാണ്. അവസാന കാലമായപ്പോഴേക്കും കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള സ്മരണകളുടെ പിടിയിലായിരുന്നു ചാൾസ് ഡിങ്കൻ. എഴുത്തിലും ജീവിതത്തിലും അതിൻ്റെ പ്രതിഫലനങ്ങളുണ്ടായി. ആത്മകഥ എഴുതാനുള്ള ശ്രമം ഉപേക്ഷിച്ചെങ്കിലും എഴുത്തിൽ സ്വന്തം ജീവിതത്തിലെ സംഭവങ്ങൾ ഏറി വന്നു. കുട്ടിക്കാലത്ത് കണ്ട തെരുവുകളും കെട്ടിടങ്ങളും മനുഷ്യരും അനുഭവങ്ങളുമെല്ലാം അസാധാരണമായ കൃത്യതയോടെ അദ്ദേഹത്തിൻ്റെ കൃതിയിലൂടെ ഓർത്തെടുത്തു. കടക്കണിയിൽപ്പെട്ട് അച്ഛൻ ജയിലിലായതും ചെറുപ്പത്തിൽ ജോലി ചെയ്ത ഫാക്ടറിയുമെല്ലാം ഡിങ്കൻസിൻ്റെ നോവലുകളിലേക്ക് കടന്നു വന്നു. ചാൾസ് കുട്ടിക്കാലത്ത് പണിയെടുത്ത ഫാക്ടറിയാണ് ഡേവിഡ് കോപ്പർഫീൽഡിലെ നദിയിലേക്ക് പോകുന്ന വളഞ്ഞ ഇടവഴിയിലെ അവസാനത്തെ കെട്ടിടം. ഫാക്ടറിയിൽ പണിയെടുത്തിരുന്ന കാലത്ത് എലിസബത്ത് എന്ന സ്ത്രീയുടെ വീട്ടിലായിരുന്നു ഡിങ്കൻസ് താമസിച്ചിരുന്നത്. ചാൾസ് ഡിങ്കൻസ് പത്രങ്ങളിൽ ലേഖനങ്ങൾ എഴുതിയിരുന്നു. സ്വന്തം പേരിനു പുറമെ ഒരു തൂലികാനാമവും അദ്ദേഹത്തിനുണ്ടായിരുന്നു, ബോസ്. 1836 ചാൾസ് ഡിങ്കൻ്റെ ലേഖനങ്ങളെല്ലാം ചേർത്ത് ബോസിൻ്റെ സ്കെച്ചുകൾ എന്ന പേരിൽ പുസ്തകമാക്കി. ജീവിതത്തിനിടയിൽ ഉണ്ടായ ട്രെയിൻ അപകടത്തിൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടെങ്കിലും ഈ അപകടം ഡിങ്കൻസിൻ്റെ മനസ്സിൽ ആഴത്തിൽ സ്വാധീനിച്ചു. അതിൻ്റെ ഓർമ്മ കാലങ്ങളോളം അദ്ദേഹത്തെ പിന്തുടർന്നു. ഈ അനുഭവത്തെ ആസ്പദമാക്കിയാണ് അദ്ദേഹം ദ സിഗ്നൽ മാൻ എന്ന കഥയെ എഴുതി തീർത്തത്. ചരിത്രത്തിലെ മഹാസംഭവങ്ങളുടെ കാലത്തെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ ഉജ്ജ്വലമായ മികവോടെ ആവിഷ്കരിക്കാൻ ഡിങ്കൻസിനായി. നൈപ്പ് നിറഞ്ഞ ജീവിത അനുഭവങ്ങൾ കൊണ്ട് എഴുതി ലോകപ്രശസ്തനായ എഴുത്തുകാരനായി മാറിയ ചാൾസ് ഡിങ്കൻ 1870 ദ മിസ്റ്ററി ഓഫ് എഡിൻബ്രൂഡ് എന്ന കഥ എഴുതി തുടങ്ങിയെങ്കിലും പൂർത്തിയാക്കാനായില്ല. അദ്ദേഹം ജൂൺ 9 ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഇതുപോലുള്ള അറിവുകൾ ശേഖരിക്കുന്നതിലേക്ക് ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.